ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കരുത്. കുറച്ചു കഴിയുമ്പോൾ ഉണർന്നോളും. എന്താ മുഖത്തൊരു സന്തോഷമില്ലാത്ത? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? തലവേദനയോ ശരീരവേദനയോ ക്ഷീണമോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, എനിക്ക് മോളെ ഒന്ന് വിളിക്കണമായിരുന്നു. അവളോടൊന്ന് സംസാരിക്കാഞ്ഞിട്ട് മനസ്സിന് എന്തോ പോലെ. പക്ഷേ ഈ മുറിയിൽ ഫോൺ അനുവദനീയമല്ല. ആരെങ്കിലും ഫോൺ ഉപയോഗിച്ചെന്നറിഞ്ഞാൽ ഗുരുജി വഴക്ക് പറയും. പക്ഷേ എന്റെ മോളോട് സംസാരിക്കാതെ എനിക്കൊരു സമാധാനവും ഇല്ല. എന്തായാലും ഗുരുജി വരട്ടെ, നമുക്ക് സമ്മതം വാങ്ങിയിട്ട് വിളിക്കാം. ഞാൻ എന്നാ പോയിട്ട് വരാം. അപ്പോഴേക്ക് നിങ്ങൾ കുളിപ്പിക്കാനുള്ള മറ്റേർപ്പാടുകൾ ചെയ്യും. ശരി. വക്കീലാകെ മൂടോട്ടാണല്ലോ. എന്തുപറ്റി? ഞാൻ യോഗിനിയമ്മയുടെ കാര്യം ഓർക്കുമായിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് എന്നെ വളർത്തിയത് ഈ യോഗിനിയമ്മയാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ അവസ്ഥയിൽ അവരെ കണ്ടപ്പോ ഇനി എത്ര നാളവരിങ്ങനെ? മനുഷ്യരുടെ ജീവിതമൊക്കെ അങ്ങനെ വക്കീലേ. അല്ല, ഇവിടെ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ ഉള്ളോ? ഒരു ഓംലെറ്റ് പോലും കിട്ടില്ലേ? പിന്നെ ആശ്രമത്തിലെ ഓംപ്ലേറ്റ്, ചിക്കൻ ഫ്രൈ കിട്ടും. എന്താ പറയട്ടെ? ഒരു ചിക്കൻ ഫ്രൈയും 2 പൊറോട്ടയും പറഞ്ഞു. കളി പിടിക്കല്ലേ സച്ചി, ഇത് ആശ്രമമാ. ഇവിടെ തമാശ കാണിച്ചാലേ അതിന്റെ ഫലം കിട്ടും. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചോളാം. അപ്പോ സമൃദ്ധ മാഡത്തിനെ കാണണ്ടേ? കാണാം. അവരെ കണ്ടിട്ട് നമുക്ക് വേഗം മടങ്ങാം. ഇനി ഉത്സവത്തിന്റെ ദിവസം വന്നാൽ മതിയല്ലോ. ഇവിടെ വന്നില്ലെങ്കിൽ ഗുരുജി പരിഭവിക്കും. അവിടെ തീരാത്ത കേസുകളാണെങ്കിൽ അങ്ങനെ. കക്ഷികളുടെ വിളി കൊണ്ട് ഇരിക്കാൻ വയ്യ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇനി ലേറ്റ് ആക്കണ്ട. നമുക്ക് സമ്മർദ്ദം എടുത്ത് കണ്ടിട്ട് ഇപ്പൊ തന്നെ സ്ഥലം വിടാം. വാ. നേരത്തെ 2 പേര് കാണാൻ വന്നായിരുന്നു. അഡ്വക്കേറ്റ് ആരുടെയും കൂടെ ഒരാളും. അയ്യോ, എന്നിട്ട് അവര് പോയോ? അറിയില്ല. വാ സച്ചി. വക്കീലേ, ഒരു മിനിറ്റ്. ഹലോ. അതെ. ഞാൻ ഉടനെ തന്നെ വരാം. എന്തുപറ്റി സച്ചി? വക്കീലെ, എനിക്ക് ഉടനെ തന്നെ വീട്ടിൽ എത്തണം. അല്ല, നമുക്ക് മാഡത്തിനെ കണ്ടിട്ട് പോയാ പോരെ? അതിനൊന്നുള്ള സമയമില്ല വക്കീലെ. ഞാൻ പോവാ. വക്കീൽ വരുന്നെങ്കിൽ വാ, അല്ലെങ്കിൽ ഒരു ടാക്സി വിളിച്ച് വന്നാൽ മതി. സച്ചി, സച്ചി നിക്ക്. സച്ചി, സച്ചി എന്താ? എന്താ സച്ചി, കാര്യം പറഞ്ഞിട്ട് പോ. സച്ചി ഒന്ന് നിന്നേ. എന്താ പറ്റിയേ? അതൊക്കെ പറയാം. എനിക്ക് 10 വർഷമായിട്ട് പോയേ പറ്റൂ. കാര്യം എന്താണെന്ന് പറ സച്ചി. അതൊക്കെ ഞാൻ പറയാം. വക്കീൽ കേറ്.
സച്ചി, എന്താ പറ്റിയ? എനിക്കൊന്നും അറിയാൻ വയ്യ പോലെ. എന്നാൽ അവളിങ്ങനെ ഒരു കടുകை കാണിച്ചല്ലോടാ. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കല്ലേ. അമ്മേ, ഡോക്ടർ, 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 ആരതിക്ക് എങ്ങനെയുണ്ട്? സമയത്തിന് എത്തിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബോധം വന്നു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാം. പിന്നെ ആത്മഹത്യാ ശ്രമത്തിന് കേസുണ്ടാവും. അയ്യോ അമ്മേ. മോളെ, ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കരുത്. കുറച്ചു കഴിയുമ്പോൾ ഉണർന്നോളും. എല്ലാത്തിനും ഞാനും കൂടിയ കാരണം. വരാനുള്ളയൊന്നും വഴി തങ്ങില്ല. അത് വരും. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. അവള് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു വന്നപ്പോ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ലായിരുന്നു.